ആകാശഗംഗയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് അത്ര ഒരു നല്ല ഫലത്തിലൂടെയല്ല ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 7-ലെ ശനിയും 10-ലെ വ്യാഴവും ഒക്കെ കൂടി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല ചിങ്ങക്കൂറുകാർക്കും രോഗദുഃഖ ദുരിതങ്ങളും, പങ്കാളിയുമായും ബിസിനസ് ചെയ്യുന്നവർ ആണെങ്കിൽ ബിസിനസ് പങ്കാളിയുമായും പലവിധ പ്രശ്നങ്ങളും, അതുപോലെ മനസമാധാനം ഇല്ലായ്മയും ഒക്കെ ആയിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ ഈ സമയത്തൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടിട്ടുണ്ടാകണം. എന്നാൽ ഇനിയുള്ള കാലം സമാധാനത്തിൻ്റേതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശനി അഷ്ടമത്തിലേക്ക് രാശി മാറുന്ന കുറച്ച് ദോഷം ഉണ്ട് എങ്കിലും മെയ് 14-ന് വ്യാഴം അഭീഷ്ടസ്ഥാനമായ 11-ലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അതിനാൽ ഇത്രയും നാളും അനുഭവിച്ച ദുഃഖദുരിതങ്ങൾക്ക് അന്ത്യം ഉണ്ടാകുകയും പുതിയൊരു നല്ല സമയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയുമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ 6-ാം ഭാവാധിപൻ്റെയും 8-ാം ഭാവാധിപൻ്റെയും ഒക്കെ ദശ നടക്കുന്നവരാണെങ്കിൽ ദശാനാഥന് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ആ ഗ്രഹത്തിന് ഇപ്പോൾ തന്നെ നിങ്ങൾ ശാന്തി വരുത്തേണ്ടതാണ്. ഇനി ഏപ്രിൽ മാസ ഫലത്തിലേക്ക് വരാം. ആദ്യം തന്നെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ആരോഗ്യമാണല്ലോ ഏതൊരു മനുഷ്യനും അത്യാവശ്യം വേണ്ട കാര്യം. രോഗങ്ങളില്ലാതെ ആരോഗ്യമായിരുന്നാൽ തന്നെ നിങ്ങൾക്കുള്ള പകുതി പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും. ഏപ്രിൽ 14-ാം തീയതി വരെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ദൂരയാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏപ്രിൽ മാസം 14-ാം തീയതി വരെയൊക്കെ നല്ലത്. അതുപോലെ എന്ത് കാര്യത്തിലും ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. 1-2 വട്ടമൊക്കെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. നിലവിലിപ്പോൾ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ 14-ാം തീയതി വരെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. മരുന്നുകളൊന്നും മുടക്കരുത്. അതുപോലെ സമയത്തൊക്കെ ആശുപത്രിയിൽ പോകാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ 14-ാം തീയതിക്ക് ശേഷം രോഗാവസ്ഥകളൊക്കെ മാറുകയും രോഗമുള്ളവർക്കാണെങ്കിൽ അതിന് ആശ്വാസമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ ആരോഗ്യസ്ഥിതിയിലും കൂടുതൽ മെച്ചമൊക്കെ ഏപ്രിൽ 14-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. ഇനി തൊഴിലിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ തൊഴിലിടത്തൊക്കെ വളരെയധികം ആ തിരക്കുകൾ മൂലം കൂടുതൽ ടെൻഷനൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ ജോലിയൊക്കെ സമയത്ത് തീർക്കാൻ പറ്റുമോ എന്ന ചിന്തകളൊക്കെ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരും മാസത്തിൻ്റെ തുടക്കത്തിലൊന്നും അത്ര ഒരു നല്ല സഹകരണത്തിലായിരിക്കില്ല നിങ്ങളോട് പെരുമാറുന്നത്. അതുപോലെ അനാവശ്യമായിട്ട് മറ്റ് ജോലിക്കാരുടെയൊക്കെ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടാൻ നിൽക്കരുത്. അവർക്കുണ്ടാകുന്ന എന്ത് പ്രശ്നം അവർക്കുണ്ടായാലും അതിൽ നമ്മുടേതായ ഒരു അഭിപ്രായം പറയാനും നിൽക്കരുത്. അതുപോലെ നമ്മുടെ ജോലിയൊക്കെ മാറ്റിവെച്ചിട്ട് മറ്റു ജോലിക്കാരെയൊക്കെ സഹായിക്കാൻ പോയാൽ അതിൻ്റെ പേരിൽ വെറുതെ പേരുദോഷം ഉണ്ടാക്കാം എന്ന് മാത്രം. യാതൊരുവിധ പ്രയോജനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം നിങ്ങൾക്ക് ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന ടെൻഷനും അതുപോലെ സമയത്ത് ജോലി തീർക്കാൻ പറ്റുമോ എന്നുള്ള ആധിയും ഒക്കെ മാറുന്നതാണ്. അതുപോലെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ജോലിയിൽ നിന്നൊക്കെ കൂടുതൽ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മേലധികാരിയോ അല്ലെങ്കിൽ തൊഴിൽ ദാതാവോ ഒക്കെ നിങ്ങളുടെ ജോലിയിൽ അംഗീകാരവും പ്രശംസയും ഒക്കെ ഈ സമയത്ത് നൽകുന്നതാണ്. നിലവിൽ തൊഴിലൊന്നുമില്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം അനുകൂലമായ സമയമാണ് ഉണ്ടാകുന്നത്.
അതിനാൽ ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കേണ്ടതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏപ്രിൽ മാസം ബിസിനസ്സൊക്കെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി ചിലവുകളൊക്കെ അല്പം കൂടുന്നതാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പൊക്കെ ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിലെ എന്ത് കാര്യവും മറയില്ലാതെ തുറന്നു പറയുകയും അതുപോലെ പങ്കാളികൾ തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ വാക്കിനൊക്കെ വില നൽകുകയും ഒക്കെ വേണം. അതുപോലെ പരസ്പരം പറയുന്ന വാക്കുകളിലൊക്കെ നിയന്ത്രണം വേണ്ട ഒരു മാസമാണ്. അത് ജോലിസ്ഥലത്തായാലും സമൂഹത്തിലായാലും ഇനി സ്വന്തം വീട്ടിലായാലും എല്ലാം 1-2 വട്ടം ആലോചിച്ച് മാത്രം വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നത്. ജോലിയിലൂടെയൊക്കെ വരുമാനം ഉണ്ടാകുമെങ്കിലും വേറൊരു സൈഡിൽ കൂടിയൊക്കെ ചിലവുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ചിലവുകളൊക്കെ പരമാവധി കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഏപ്രിൽ മാസം എക്സാമൊക്കെ നടക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയത്തൊക്കെ പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ നിങ്ങൾ ഒരു മടി കാണിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. പഠനത്തിൽ നിന്നൊക്കെ ശ്രദ്ധ മാറാതിരിക്കാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷേ അതൊന്നും നടപ്പിലാക്കില്ല. അതുപോലെ പുതിയ കോഴ്സുകൾക്കോ ഉന്നത പഠനത്തിനോ ഒക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. ഏപ്രിൽ പകുതിക്ക് ശേഷം എക്സാമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏപ്രിൽ മാസം ആദ്യത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ എക്സാമിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് ഏപ്രിൽ മാസം ആദ്യ സമയങ്ങളിലൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തിയുള്ള സംസാരവും നിസ്സാര കാര്യങ്ങൾക്ക് തമ്മിൽ പിണക്കവും അതുപോലെ വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഏപ്രിൽ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറുന്നതും പരസ്പരം വിശ്വാസം വർദ്ധിക്കുന്നതും വളരെ സ്നേഹത്തോടെയൊക്കെ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ വിവാഹ ജീവിതത്തിലാണെങ്കിൽ കുടുംബങ്ങളോടൊക്കെ ചേർന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പങ്കാളിയോടൊക്കെ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. കുടുംബ ബന്ധം കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകാൻ പല വിട്ടുവീഴ്ചകൾക്കും ഒക്കെ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായി വരും. സുഹൃത്തുക്കൾക്കൊക്കെ കുടുംബത്തേക്കാൾ കൂടുതൽ പരിഗണന നൽകുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. വീട്ടിലെ സന്തോഷകരമായ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് വയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ശനീശ്വരനെ എള്ളുതിരി വഴിപാട് കഴിക്കാവുന്നതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കാൻ പറ്റുന്നവർ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ദർശനം നടത്തുക. അതുപോലെ നിങ്ങളുടെ രാശ്യാധിപനായ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.